ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഹൈപ്പർ പാരാമീറ്റർ ട്യൂണിംഗ് എന്നുള്ളതാണ്. ഹൈപ്പർ പാരാമീറ്റർ ട്യൂണിംഗ് എന്ന് പറഞ്ഞാൽ മെഷീൻ ലേണിങ്ങിലെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ഹൈപ്പർ പാരാമീറ്റർ ട്യൂണിംഗ്. കാരണം മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഡാറ്റയിൽ നിന്ന് സ്വയം പഠിച്ച് ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് മെഷീൻ ലേണിങ്ങിൻ്റെത്. ഈ ഡിസിഷൻ എടുക്കുമ്പം പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഹൈപ്പർ പാരാമീറ്റർ ട്യൂണിംഗ് ചെയ്യുന്നത്. പിന്നെ മെഷീൻ ലേണിംഗ് വർക്കിംഗ് ഡാറ്റയിൽ നിന്ന് അൽഗോരിതം യൂസ് ചെയ്ത് ട്രെയിൻ ചെയ്യിപ്പിച്ച് മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ് മെഷീൻ ലേണിങ്ങിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഈ മോഡൽസിൽ ഡാറ്റാസ് വരുമ്പോൾ ആ ഡാറ്റാസ് എത്ര ടൈം ട്രെയിൻ ചെയ്യണം, പിന്നെ എത്ര ഡാറ്റാസ് യൂസ് ചെയ്തിട്ട് ട്രെയിൻ ചെയ്യണം, അങ്ങനെയുള്ള ഒരു കണ്ടീഷൻസ് വെച്ചിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ് ഹൈപ്പർ പാരാമീറ്റർ ട്യൂണിംഗ് എന്നുള്ളത്. ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ അതാണ്. പിന്നെ ഇതിൽ ഒരുപാട് പാരാമീറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പാരാമീറ്റേഴ്സ് പറഞ്ഞാൽ കണ്ടീഷൻസ്, എങ്ങനെയൊക്കെ വർക്ക് ചെയ്യിപ്പിക്കണം എന്നുള്ളതിൻ്റെ കണ്ടീഷൻസ് പാരാമീറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ മെയിനായിട്ട് ലേണിംഗ് റേറ്റ് ആണ്. ലേണിംഗ് റേറ്റ് പറഞ്ഞാൽ എത്ര ടൈം ഇത് ഡാറ്റനെ ട്രെയിൻ ചെയ്യണം എന്നുള്ളതാണ്. അതിന് ശേഷമുള്ള ബാച്ച് സൈസ് ആണ്. ബാച്ച് സൈസ് പറഞ്ഞാൽ എത്ര ഡാറ്റാസ് യൂസ് ചെയ്തിട്ട് ഇതിന് ട്രെയിൻ ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ എപ്പോക്സ് എന്ന് പറഞ്ഞാൽ പിന്നുള്ളത് എപ്പോക്സ് ആണ്. ഓരോ ഡാറ്റയും എത്ര പ്രാവശ്യം ട്രെയിൻ ചെയ്യണം എന്നുള്ളതാണ്. ഇതുപോലെ അൽഗോരിതം മാറുന്നതിനനുസരിച്ച് ഇതിൻ്റെ പാരാമീറ്റേഴ്സിൽ മാറ്റം വരും. ഒരുപാട് ഇനി അഥവാ ഡിസിഷൻ ട്രീ ആണ് നമ്മൾ അൽഗോരിതം യൂസ് ചെയ്യുന്നെങ്കിൽ അതിൽ മാക്സ് ഡെപ്ത് പറഞ്ഞൊരു പാരാമീറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ആക്യുറേറ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടും എന്നുള്ളതാണ്. പിന്നെ ഓവർ ഫിറ്റിംഗ് അവോയ്ഡ് ചെയ്യാനും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഫുഡ് ഡെലിവറി ആപ്പ് വെച്ച് പറയുകയാണെങ്കിൽ ഈ പാസ്റ്റ് ഡാറ്റയിൽ നിന്ന് ഫുഡ് ഡെലിവറി റെക്കമെൻഡേഷൻ സിസ്റ്റം പറയുകയാണെങ്കിൽ പാസ്റ്റ് ഡാറ്റയിൽ നിന്ന് ഏത് ടൈമിലാണ് കൂടുതൽ ഫുഡ് ആൾക്കാർ ഓർഡർ ചെയ്യുന്നത്, ഏത് ഫുഡാണ് ഓർഡർ ചെയ്യുന്നത്, ഏത് ലൊക്കേഷനിൽ, ആ സാധനങ്ങളൊക്കെ ആ ഡാറ്റാസൊക്കെ വെച്ചിട്ട് പിന്നെ ഫുഡിൻ്റെ റേറ്റിംഗ് ഒക്കെ വെച്ചിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിൽ മെഷീൻ ലേണിംഗ് അൽഗോരിതം യൂസ് ചെയ്ത് മോഡൽ സെറ്റ് ചെയ്യും. പിന്നെ ആ മോഡലിനെ ട്രെയിൻ ചെയ്യിപ്പിക്കാനാണ് ഹൈപ്പർ പാരാമീറ്റർ ട്യൂണിംഗ് യൂസ് ചെയ്യുന്നത്. ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളൊരു 4 മെത്തേഡ്സ് ഉണ്ട്. ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. മെയിനായിട്ട് യൂസ് ചെയ്യണ 4 ഒന്ന് ഗ്രിഡ് സെർച്ച് ആണ്. ഗ്രിഡ് സെർച്ച് പറഞ്ഞാൽ ഹൈപ്പർ പാരാമീറ്ററിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച വാല്യൂസ് ഉണ്ടാവും. ആ വാല്യൂസ് ഏതൊക്കെ പോസിബിളിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ കഴിയും ആ പോസിബിളെല്ലാം ചെയ്യുന്ന ഒരു രീതിയാണ് ഗ്രിഡ് സെർച്ച് എന്ന് പറഞ്ഞാൽ. പിന്നുള്ളത് റാൻഡം സെർച്ച് ആണ്. നമ്മൾ ഒരുപാട് സെറ്റ് ചെയ്ത് വെച്ച വാല്യൂവിൽ എല്ലാ ഇതും പിന്നെ കോമ്പിനേഷൻസും നമ്മൾ വാല്യൂസും ട്രൈ ചെയ്യൂല. എല്ലാം റാൻഡം ആയിട്ട് കുറച്ച് വാല്യൂസ് മാത്രമേ ട്രൈ ചെയ്യുള്ളൂ. പിന്നുള്ള ബയാസിൻ ഒപ്റ്റിമൈസേഷൻ ആണ്. പ്രീവിയസ്ലി ചെക്ക് ചെയ്ത് വെച്ച വാല്യൂസ് യൂസ് ചെയ്തിട്ട് പുതിയൊരു വാല്യൂ സെറ്റ് ചെയ്യുന്നതിനാണ് ബയാസിസ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്.